ഫ്രം യുവർ വാലന്റൈൻ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് പ്രണയിതാക്കളുടെ കമിതാക്കളുടെ തിരുനാളാണ്. വേണ്ട, എനിക്കിഷ്ടം സ്നേഹിക്കുന്നവരുടെ തിരുനാൾ എന്ന് വിളിക്കാനാണ്. വാസ്തവത്തിൽ ഇതൊരു കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആഘോഷമാണ്. 270 AD ഒരു ഫെബ്രുവരി മാസം 14-ാം തീയതി വിശുദ്ധ വാലന്റൈൻ വധിക്കപ്പെടുന്നു. എന്തിന്റെ പേരിൽ? ക്ലൗഡിയോസ് 2ാം രാജാവിന്റെ ഭരണകാലത്ത് സൈനിക സേവനത്തിന് യുവാക്കൾ ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നറിഞ്ഞ രാജാവ് വിവാഹം തന്നെ എടുത്തു കളഞ്ഞു. ലീഗൽ മാരേജസ് അനുവദിക്കപ്പെട്ടിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വൈദികനായിരുന്ന ഒരു ഡോക്ടറായിരുന്ന വാലന്റൈൻ രഹസ്യത്തിൽ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു. പിന്നീട് തുറുങ്കിലടക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? വിശ്വാസത്തെ പ്രതി, വിവാഹത്തെ പ്രതി, ആ കൂദാശയുടെ മനോഹാരിത ഉയർത്തിപ്പിടിച്ചതിനെ പ്രതി. പ്രിയപ്പെട്ടവരെ, ഓർക്കാം, ഇതാണ് ഈ തിരുനാൾ. അവസാനം ഒരു അന്ധ യുവതിക്ക് അദ്ദേഹം ഒരു കത്തെഴുതി വെച്ചു, ഒരു അടിക്കുറിപ്പ്, ഫ്രം യുവർ വാലന്റൈൻ. അത് ഇന്ന് ഈ ദിവസത്തിന്റെ തന്നെ പൂർണ്ണമായ സന്ദേശം ഉൾക്കൊണ്ടിരിക്കുന്നു. ഫ്രം യുവർ വാലന്റൈൻ. എന്താണ് വിശുദ്ധ വാലന്റൈൻ പഠിപ്പിക്കുന്നത്? പ്രണയം തെറ്റല്ല, പ്രണയം പാപമല്ല, മറിച്ച് പരിധികൾ ലംഘിക്കപ്പെടുമ്പോൾ അത് തെറ്റായി മാറുന്നു. ഇന്ന് വിശുദ്ധ വാലന്റൈൻ്റെ ഈ തിരുനാൾ, വാലന്റൈൻസ് ഡേ, വിപരീത അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥ സ്നേഹം ലോകത്തിലെ യുവജനങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളുടെ പ്രവർത്തികളെല്ലാം സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. അതെ, അതിനുവേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സ്നേഹത്തിൽ, വിശുദ്ധമായ സ്നേഹത്തിൽ, വിവാഹമെന്ന കൂദാശയിൽ അടങ്ങിയിരിക്കുന്ന മഹത്വം മനസ്സിലാക്കുന്ന സ്നേഹത്തിൽ പ്രാർത്ഥിക്കാം. നല്ല ദിവസം. ഹാപ്പി വാലന്റൈൻസ് ഡേ ഫ്രം യുവർ വാലന്റൈൻ. ആമേൻ.